ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയുടെ രണ്ടാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങൾ ധർമാധർമ്മ വിവേചനം. ശിഷ്യ ഊചുഹു ഭഗവൻ സർവതത്വജ്ഞ ജീവലോകദയാപരാ ധർമാധർമ്മൗ വിവിച്യാത്യ ശ്രോതുമുത്കണ്ഠിതാ വയം. ശംസന്തി കേചിത് സുമതം ദ്വിഷന്ത്യന്യമതം ജനാ ദ്വേഷാന്മതേ വിരോധാച്ച ജാതാ വിഷേ വികൽപനാത്. കേചിത് സ്പൃശ്യാ പരേയസ്പൃശ്യാ കേചിത് ധൂരാപസർപ്പണാ കേചിത് സന്ധി സദാചാരാ കേചിത് ദുശ്ചരിതാസ്തദാ. ഐക്യമത്യവിയുക്താശ്ച വിവാദവിഹതാശയാ പരസ്പരേണ സ്പർദ്ധന്തെ കേചിത് ജാത്യഭിമാനതാ. യദാ കാമം ചരന്ത്യേകേ ശൗചാചാരാദിവർജിതാ അനേകദേവ വിശ്വാസാത് ഉന്മത്താ ഇവ സർവതാ. അഹോ ജാതി പിശാചസ്യ ബാധയാ ചിത്തവിഭ്രമാത് കേചിന്മത്സരിണോ ഭൂത്വാ ഹിംസന്ത്യന്യാന കിഞ്ചനാൻ. ശിഷ്യന്മാർ ഗുരുവിന്റെ സന്നിധിയിൽ ചെന്ന് ഈ ലോകത്ത് അവർ കാണുന്ന വൈരുദ്ധ്യങ്ങളെ പ്രകടമാക്കുകയാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു, ഈ വൈരുദ്ധ്യങ്ങൾ മുഖ്യമായിട്ടും 3 പ്രകാരത്തിലുണ്ട്. മതം, ജാതി, ഈശ്വരൻ. കേചിത് ജനാഹ അന്യമതം ദ്വിഷന്തി. ഈ ലോകത്തിലുള്ള കുറച്ച് ആളുകൾ അവർ മറ്റു മതങ്ങളെ ദ്വേഷിക്കുന്നു, മറ്റു മതങ്ങളെ കുറ്റം പറയുന്നു. സ്വമതം ശംസന്തി ച, തൻ്റെ മതത്തെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നു.
തൻ്റെ മതത്തിൽ അഭിമാനം കൊള്ളുന്നത്, തൻ്റെ മതത്തെ പ്രശംസിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആ പ്രശംസ എന്തിനു വേണ്ടിയിട്ടാണ്? അന്യമതം ദുഷന്തി, മറ്റ് മതങ്ങളെ ദ്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ മതത്തിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചു പേര് ഈ ലോകത്തുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് ജാതിയുടെ പേരിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും. മതങ്ങളുടെ പേരിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും. ഈശ്വര സങ്കല്പത്തിന്റെ പേരിൽ അനവധി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിനുശേഷം ജാതി വിരോധത്തിന്റെ, ജാതിയിലുള്ള വൈരുദ്ധ്യത്തിന്റെ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഗുരുവിന്റെ സന്നിധിയിൽ ഉണർത്തിക്കുകയാണ് ശിഷ്യഗണങ്ങൾ. ശ്ലോകം 2. കേചിത് സ്പൃശ്യ പരേയസ്പൃശ്യ കേചിത് ധൂരാപസർപ്പണ കേചിത് സന്ധി സദാചാര കേചിത് ദുശ്ചരിതാസ്തതാ. അതിന്റെ അർത്ഥം കേചിത് സ്പൃശ്യ സന്ധി, ചില ആളുകൾ സ്പർശിക്കപ്പെടുവാൻ യോഗ്യന്മാരായി ഭവിക്കുന്നു. പരേ അസ്പൃശ്യാസന്ധി, എന്നാൽ ചില ആൾക്കാരാകട്ടെ സ്പർശിക്കപ്പെടുവാൻ യോഗ്യന്മാർ അല്ലാതായി തീരുന്നു. കേജിത് ദൂരാപസർപ്പണ, ചില ആളുകളെ സ്പർശിക്കുവാൻ പോയിട്ട് അവരെ സമീപത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല, വളരെ ദൂരെ മാറ്റി നിർത്തുന്നു. കേജിത് സദാചാര ഭവന്തി, ചില ആളുകള് സദാചാരത്തിൽ, നല്ല കാര്യങ്ങളിൽ മാത്രം തത്പരരായിട്ട് താല്പര്യത്തോടു കൂടി ജീവിക്കുന്നു. കേജിത്ത് ദുഷ്ചരിതാസന്ധി, എന്നാൽ ചില ആളുകളാകട്ടെ വളരെ മോശമായ ദുരാചാരത്താൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നു. ഇപ്പൊ ശ്ലോകത്തിന്റെ താല്പര്യം ഇതാണ്: ലോകത്തുള്ള ജനങ്ങളിൽ ചിലർ സ്പർശിക്കപ്പെടുവാൻ യോഗ്യന്മാരും മറ്റു ചിലർ തൊടാൻ പാടില്ലാത്തവരും വേറെ ചിലർ തീണ്ടുവാൻ പോലും പാടില്ലാത്തവരുമാകുന്നു. ചില ആളുകൾ സദാചാരന്മാരായിരിക്കുന്നത് പോലെ ചിലര് ദുരാചാരന്മാരായിട്ടും ഇരിക്കുന്നു. അപ്പൊ ഇതേ ശ്ലോകത്തിന്റെ അർത്ഥത്തോട് ചേർത്ത് പറയാവുന്ന അർത്ഥം തന്നെയാണ് അടുത്ത ശ്ലോകം. അപ്പൊ നോക്കൂ, 2-ാം അധ്യായത്തിൽ അടുത്ത ശ്ലോകം നോക്കൂ. ഐക്യമത്യവിയുക്താശ്ച ഐകമത്യവിയുക്താശ്ച വിവാദവിഹതാശയാ പരസ്പരേണ സ്പർദ്ധന്തേ കേചിത് ജാത്യഭിമാനദാ. ഇനി ചില ആളുകള് ജാതിയിലുള്ള വർദ്ധിച്ച അഭിമാനം, ജാതി മഹിമ വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ വാക്തർക്കത്തിൽ ഏർപ്പെട്ട് ഭഗ്നാശന്മാരെന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് മുറിവേറ്റിട്ട് ഐക്യമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു. അപ്പൊ ഈ 2 ശ്ലോകങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ, കഴിഞ്ഞ ശ്ലോകത്തിൽ, 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ജാതൗ വിരോധാത്, ജാതിയിലുള്ള വിരോധം കൊണ്ട് എന്ന വാക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആ ശ്ലോകത്തെ ഒന്നുകൂടി സ്പഷ്ടീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജാതിയിൽ ഇങ്ങനെ പരസ്പരം രൂക്ഷമായ വിരോധം വരാൻ കാരണം എന്ന ആശയത്തെ സ്പഷ്ടീകരിക്കുകയാണ് അതിനുശേഷമുള്ള 2 ശ്ലോകങ്ങളിലൂടെ. അപ്പൊ ആ ശ്ലോകങ്ങളിൽ മുഖ്യമായിട്ടും പറയുന്നത് അസ്പൃശ്യതയെ കുറിച്ചാണ്. നമ്മൾ ഈ ശ്ലോകത്തിൽ പഠിച്ചു, ചില ആളുകൾ സ്പർശിക്കുവാൻ യോഗ്യന്മാരാകുന്നു, ചില ആളുകൾ സ്പർശിക്കുവാൻ യോഗ്യന്മാരല്ലാതായി തീരുന്നു, ചില ആളുകൾ വളരെ ദൂരേക്ക് മാറ്റി നിർത്തുന്നു, അവർ തൊടാൻ പോയിട്ട് അവരെ സമീപത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല. അപ്പോ അസ്പൃശ്യതയെ കുറിച്ചാണ്. അസ്പൃശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിത്തം എന്ന് പറയുന്നു. അയിത്തത്തെ കുറിച്ചാണ് ഈ 2-ാമത്തെ ശ്ലോകത്തിൽ, ജാതിയുടെ പേരിലുള്ള അയിത്തം. ആ അയിത്തത്തിന്റെ ഒരു ഭാവത്തെ പ്രകടമാക്കിയാണ്
ശിഷ്യഗണങ്ങള് ഗുരുവിന്റെ സമക്ഷം. അപ്പൊ അയിത്തം എന്നുള്ള വാക്ക് വാസ്തവത്തില് അശുദ്ധം എന്ന വാക്കിൽ നിന്നാണ്. അത് പിന്നീട് അത് പ്രാദേശികമായിട്ട് പരിണമിച്ച് അയിത്തമായിട്ട് മാറിയതാണ്. അശുദ്ധം എന്ന വാക്കിന്റെ ഒരു ഗ്രാമ്യമായ പദമാണ് വാസ്തുവിൽ അയിത്തം. ഈ പാലി ഭാഷയിലും അയിത്തത്തിന് സമാനമായ ചില വാക്കുകളെ കാണാൻ സാധിക്കും. എങ്കിൽ കൂടിയും അശുദ്ധം എന്ന വാക്ക് അത് പരിണമിച്ച ഒരു ഗ്രാമ്യ ശൈലിയിൽ പിന്നീട് അയിത്തമായിട്ട് മാറിയതാണ് എന്നാണ് പല ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായം. SNDP യോഗത്തിന്റെ ആദ്യകാല കൗൺസിലർ ആയിരുന്നു ശ്രീ KG നാരായൺ സാർ. അപ്പൊ നാരായൺ സാറിന്റെ നിരവധി ചരിത്ര റെഫറൻസുകൾ, പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതിൽ ഈഴവതീയ ചരിത്രം എന്ന് പറയുന്ന ഒരു വിശദമായ ഒരു പഠന പുസ്തകത്തില് ഈ അയിത്തത്തിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് അദ്ദേഹം നാരായൺ സാർ പരാമർശിക്കേണ്ടത്. അപ്പൊ ആ ഒരു റെഫറൻസിനും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മനനം ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നതാണ്. അപ്പൊ അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. 1969 ഇംഗ്ലീഷ് വർഷം 1969 മാർച്ച് 29 ബീഹാറിലെ പാട്നയിൽ വെച്ചിട്ട് ഒരു വലിയ ആഗോള ഹൈന്ദവ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ സംഘാടകന്മാരെ കുറിച്ച് വ്യക്തമായിട്ടൊരു സൂചന നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിൽ കൂടിയും വിവിധ ആശ്രമങ്ങളും അതേപോലെ അന്നത്തെ ഭരണകർത്താക്കളും എല്ലാം ചേർന്ന ഒരു സമിതി ആയിരിക്കണം എന്ന് കരുതുന്നു. മാർച്ച് 29 1969 മാർച്ച് 29 പാട്നയിൽ വെച്ചിട്ടാണ്. പാടലിപുത്രം എന്നറിയപ്പെടുന്ന പ്രാചീനമായ ഒരു നഗരമാണ് ബീഹാറിന്റെ തലസ്ഥാനമായ പാട്ന. ഈ പാട്നയിൽ വെച്ചിട്ട് വലിയൊരു സമ്മേളനം കൂടുകയും അപ്പൊ ആ സമ്മേളനത്തിന് അന്ന് മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി അന്നത്തെ കേന്ദ്ര ടൂറിസം മന്ത്രിയായ ഡോക്ടർ കരൺ സിംഗ് വന്നിരുന്നു. ഡോക്ടർ കരൺ സിംഗിനെ കൂടാതെ ആധ്യാത്മികമായ, സാംസ്കാരികമായ, അതേപോലെ ഭരണതലത്തിലുള്ള ഒരുപാട് അതിഥികളും വന്നിരുന്നു. മുഖ്യമായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ കരൺ സിംഗും കൂടാതെ നമുക്കറിയാം ശങ്കരാചാര്യ സ്വാമികൾ 4 മഠങ്ങൾ ഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 4 മഠങ്ങളിൽ ഒരു മഠമാണ് പുരി മഠം, ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന പുരി മഠം. അപ്പൊ ആ പുരി മഠത്തിന്റെ മഠാധിപതിയായ പുരി ശങ്കരാചാര്യ സ്വാമികളും ആ സമ്മേളനത്തില് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആ സമ്മേളനത്തിൽ വെച്ചിട്ട് പുരി ശങ്കരാചാര്യ സ്വാമികളും കേന്ദ്ര ടൂറിസം മന്ത്രിയായിരുന്ന ഡോക്ടർ കരൺ സിംഗും തമ്മിൽ ചില വാഗ്വാദങ്ങൾ ഉണ്ടാവുകയാണ്. ആ വാഗ്വാദങ്ങൾ അന്ന് ഭാരതത്തിൽ വലിയ രീതിയിൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചാണ്. ആ വാഗ്വാദത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സമ്മേളന വേദിയിൽ വെച്ച് ഡോക്ടർ കരൺ സിംഗ് ഹിന്ദുമതത്തിന്റെ ചില ആശയങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹിന്ദുമതത്തിന്റെ മൗലികമായ തത്വങ്ങൾ അത് അതിപ്രാചീനമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നതാണ്. ആ മൗലികമായ തത്വങ്ങൾ മറികടക്കുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ ആർക്കും സാധ്യമല്ല. കാരണം ആ തത്വങ്ങൾക്ക് അത്രമേൽ ആഴമുണ്ട്. ഇപ്പൊ ഹിന്ദുമതത്തിന്റെ മൗലികമായ സിദ്ധാന്തം, മൗലികമായ അടിത്തറ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈത വേദാന്ത ദർശനമാണ്. ലോകത്തുള്ള സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ഈശ്വര സത്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഏറ്റവും മഹിമയേറിയ, ലോകത്ത് ഇന്നോളം നിലവിലുണ്ടായിട്ടുള്ള ദർശനങ്ങളിൽ, ആധ്യാത്മിക കാഴ്ചപ്പാടുകളിൽ, മതപരമായ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന അദ്വൈത വേദാന്ത ദർശനമാണ് വാസ്തവത്തിൽ ഹിന്ദുമതത്തിന്റെ സൈദ്ധാന്തിക അടിത്തറയായിട്ട് നിലനിൽക്കുന്നത്. ആ അദ്വൈത വേദാന്ത ദർശനം ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയ ചിന്താ പദ്ധതിയല്ല, മറിച്ച് അതിപ്രാചീനമായ കാലം മുതലേ ഋഷിമാരാൽ ആവിഷ്കരിക്കപ്പെട്ട തത്വമാണ്. അപ്പൊ ആ തത്വം അതിപ്രാചീനമായ കാലം മുതൽ ഇവിടെയുണ്ട്, അനന്തമായി ഇനിയും മുന്നോട്ട് പോകും എന്ന് ഡോക്ടർ കരൺ സിംഗ് ആ വേദിയിൽ വെച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്ര ഉത്കൃഷ്ടമായ, ഇത്ര ശ്രേഷ്ഠമായ ഒരു ദർശനം ഉണ്ട് എന്നിരിക്കലും
ഹിന്ദുമതത്തിന്റെ സാമുദായിക വീക്ഷണം വളരെ ദുർബലമാണെന്ന് പറഞ്ഞു. സാമുദായിക വീക്ഷണത്തിൽ ജാതിപരമായ വിവേചനം വളരെ തീവ്രമായി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ മൗലികമായ ആശയമായ അദ്വൈത വേദാന്ത ദർശനത്തെ അതിനതേപോലെ സംരക്ഷിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും ഹിന്ദുമതത്തിലെ മതപരമായ സാമുദായികപരമായ കാഴ്ചപ്പാടുകളെ സമൂലം പരിഷ്കരിക്കണം എന്നൊരു ആശയം അദ്ദേഹം ആ വേദിക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടായി. ആ വേദിയിൽ, കാരണം ആ വേദി എന്ന് പറയുന്നത് ലോക ഹൈന്ദവ സമ്മേളനമാണ്. അപ്പൊ ഹിന്ദുമതത്തിന്റെ ഒരു പ്രത്യേകത നാം വിചാരം ചെയ്യേണ്ടത്, ഹിന്ദുമതത്തില് നമുക്കറിയാം 1924 സ്വാമി തൃപാദങ്ങള് ആലുവയിൽ വെച്ചിട്ടൊരു ലോക സർവമത സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പ് ചിക്കാഗോയിൽ വെച്ചിട്ടും ഇതേപോലൊരു സർവമത സമ്മേളനത്തിന്റെ കാര്യത്തിൽ നാം കേട്ടിട്ടുണ്ട്. ചിക്കാഗോയിൽ വിവേകാനന്ദ സ്വാമികൾ പങ്കെടുത്ത വലിയൊരു സർവമത സമ്മേളനം. പക്ഷെ ആ സമ്മേളനത്തെ നമുക്കൊരു പൂർണ്ണമായ രീതിയിൽ ഒരു സർവമത സമ്മേളനം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ചില പ്രത്യേക മതങ്ങളുടെ ആധിപത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ സമ്മേളനം സംഘടിപ്പിച്ചത്. പക്ഷെ 1924 സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിന്റെ ഉദ്ദേശവും അതിന്റെ രീതിയും അതിന്റെ മഹിമയും ഒക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഒരു സർവമത സമ്മേളനം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സർവമത സമ്മേളനം നടത്തപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? കാരണം മതങ്ങളാണ് ലോക ജനസംഖ്യയെ ബഹുഭൂരിഭാഗം സ്വാധീനിച്ചത്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് നിരീശ്വരവാദം പറഞ്ഞാലും, എന്ത് യുക്തിവാദം പറഞ്ഞാലും, എന്തൊക്കെ വലിയ വിപ്ലവം പറഞ്ഞു കഴിഞ്ഞാലും ഇന്നും ലോക ജനസംഖ്യയെ വലിയ രീതിയിൽ സ്വാധീനിച്ചത് മതങ്ങളാണ്. അതുകൊണ്ട് മതങ്ങൾക്ക് എക്കാലത്തും എല്ലാ കാലത്തും ജനങ്ങളുടെ മുകളിൽ വലിയൊരു സ്വാധീനമുണ്ട്. അപ്പൊ ആ മതങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു സമാധാനപൂർണമായ ശാന്തമായ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാകും. മതങ്ങൾക്കിടയിലുള്ള പരസ്പര വിഷയങ്ങൾ, പരസ്പര പ്രശ്നങ്ങൾ, അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഏത് മേഖലയിൽ എന്ത് പുരോഗതി കൈവരിച്ചു കഴിഞ്ഞാലും സമാധാനപൂർണമായൊരു വ്യവസ്ഥിതി ഉണ്ടാവില്ല. ഒന്നുകിൽ മതങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം, അത് ഒരിക്കലും സാധിക്കില്ല. അത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, പൊരുതു ജയിപ്പത് അസാധ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മതത്തെ നമുക്ക് ഇല്ലാതാക്കാനും കഴിയില്ല. കാരണം ഓരോ മതവും ഒരു മതസ്ഥാപകനാൽ സ്ഥാപിതമായതാണ്. അനേകായിരം പരമ്പരാ പ്രവർത്തകരും അനേക ലക്ഷം പേരുടെ ത്യാഗവും സമർപ്പണവും ഓരോ മതത്തിന്റെ, ഇന്ന് നാം കാണുന്ന, ലോകത്ത് കാണുന്ന ഓരോ മതത്തിന്റെയും പുറകിലുണ്ട്. അപ്പൊ അതിനെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ മതങ്ങൾ ഒരു ഭാഗത്ത് എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പൊ ശാസ്ത്രം പുരോഗതി നേടി മുന്നോട്ട് പോകും തോറും ഈ മതങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസമില്ലായ്മയും അകൽച്ചയും കലഹവും എല്ലാം എന്തിനു കാരണമാകും? ലോകത്തിന്റെ സമാധാനമില്ലായ്മയ്ക്ക് കാരണമാകും. അതുകൊണ്ട് മതങ്ങൾ തമ്മിൽ ഒരു ചേർച്ച ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവും. അപ്പൊ ഈ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? മതങ്ങളെല്ലാം എല്ലാവരെയും വിളിച്ചിരുത്തി, കൂട്ടിച്ചേർത്തിരുത്തി, പരസ്പര പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരമുള്ള ഐക്യത്തിന്റെയും പരസ്പരമുള്ള ചേർച്ചയുടെയും സാധ്യതകളെ പരിശോധിക്കുക. അപ്പൊ ഇതാണ് മതസമ്മേളനത്തിന്റെ മുഖ്യമായ ഉദ്ദേശം. അതുകൊണ്ടാണ് 1924 വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നൊരു മഹനീയമായ സങ്കല്പത്തെ മുൻനിർത്തി മതങ്ങളെല്ലാം ഒത്തുചേർന്ന് ഒരു വേദിയിലിരുന്ന് ഞങ്ങളുടെ മതദർശനം ഈ ആശയമാണ് പറയുന്നത്, നിങ്ങളുടെ മതദർശനം ഈ ആശയത്തെ പറയുന്നു, നമ്മൾ രണ്ടുപേരുടെ ആശയങ്ങൾ തമ്മിൽ മൗലികമായൊരു ചേർച്ചയുണ്ട്, അങ്ങനെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു മതസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത്, 1924 അങ്ങനെ ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, 1-2 വർഷങ്ങൾക്ക് മുമ്പല്ല, അല്ലെങ്കിൽ ചിക്കാഗോയിലെ സമ്മേളനം വരെയല്ല, അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു മതത്തിൽ സർവമത സമ്മേളനം ഉണ്ടായിരുന്നു. ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. അപ്പൊ ഹിന്ദുമതത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നിലനിന്ന് പിന്നീട്
പിന്നീട് തുടർച്ചയായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ആ സർവമത സമ്മേളനത്തിന്റെ പേരാണ് വിദ്വത് സഭ എന്നുള്ളത്. വിദ്വത് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദു മതത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വിശ്വാസധാരകളുണ്ട്. അത് ശാക്തേയമായ വിശ്വാസധാരയാകാം, ശൈവമായ വിശ്വാസധാരയാകാം, വൈഷ്ണവമായ വിശ്വാസധാരയാകാം. അതേപോലെ തന്നെ ഒരുപാട് ദർശനങ്ങളുണ്ട്. സാങ്ക്യ ദർശനമുണ്ട്, യോഗ ദർശനമുണ്ട്, വൈശേഷിക ന്യായ ദർശനങ്ങളുണ്ട്. അങ്ങനെ നൂറുകണക്കിന് അദ്വൈത വേദാന്തമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്. അങ്ങനെ നിരവധിയായ അനവധി വിശ്വാസധാരകളുടെ ഒരു കൂട്ടായ്മയാണ് ഹിന്ദുമതം. അപ്പൊ തീർച്ചയായിട്ടും ഈ വിശ്വാസധാരകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട്, ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ വിശ്വാസധാരകളെല്ലാം ചേർത്തിരുത്തി പരസ്പരം ഒരു സമന്വയത്തിനും ചർച്ചയ്ക്കും വേണ്ടിയുള്ള വേദികളായിരുന്നു വിദ്വത് സഭകൾ. ഈ വിദ്വത് സഭകൾ മുഖ്യമായിട്ടും കൂടിയിരുന്നത് ഗംഗാ നദിയുടെ തീരങ്ങളിലാണ്. നിങ്ങൾ ഓർക്കണം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളെ ചേർത്തിരുത്തിക്കൊണ്ട് ചർച്ച നടത്തി ആ ചർച്ചയിൽ നിന്ന് അഭിപ്രായ സമന്വയത്തെ തേടാനുള്ള ഒരു സാധ്യത ഹിന്ദുമതത്തിലുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ദാർശനികര്, മത പുരോഹിതന്മാര്, ചിന്തകന്മാര്, ഇവരെല്ലാവരും ഗംഗാ നദിയുടെ തീരത്തിരിക്കുകയും തങ്ങളുടെ ആശയങ്ങളെ പങ്കുവെക്കുകയും തങ്ങളുടെ ആശയങ്ങൾക്ക് ഇന്ന ശ്രേഷ്ഠതയുണ്ട്, ഇന്ന കുഴപ്പമുണ്ടെന്ന് പറയുകയും പരസ്പരം എല്ലാവരുടെയും ആശയത്തിൽ ഒരു ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നതുമായ ഒരു കാലഘട്ടം നമുക്ക് ഹിന്ദുമതത്തിൽ കാണാം. അങ്ങനെ ആ വിദ്വത് സഭകളിലൂടെയാണ് ഹിന്ദുമതം പരിഷ്കരിക്കപ്പെട്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത്. അപ്പൊ ഹിന്ദുമതത്തിന്റെ ഒരു വിശേഷത എന്ന് പറയുന്നത് എല്ലാ കാലത്തും അതിന് നിലനിൽക്കാൻ കഴിയും. ലോകത്ത് ബാക്കി ഏത് മതം ഇല്ലാതായാലും, ഇനി ഏത് പുതിയ മതം വന്നു കഴിഞ്ഞാലും, ഏത് പുതിയ ദർശനം വന്നു കഴിഞ്ഞാലും, ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഹിന്ദുമതം എന്ന് പറയുന്ന വിവിധ വിശ്വാസങ്ങളുടെ, ദർശനങ്ങളുടെ ഒരു കൂട്ടായ്മയായി ഇന്ന് നാം കാണുന്ന ഹിന്ദുമതത്തിന് അതിനൊരു കാലത്തും ഒരു നാശവും വരില്ല. എന്തുകൊണ്ട് നാശം വരില്ല? കാരണം അത് കാലാകാലങ്ങളായി ദേശത്തിന്റെയും കാലത്തിന്റെയും സാഹചര്യങ്ങളെ മനസ്സിലാക്കി അപ്ഡേഷൻ ആവാനുള്ള കഴിവ് അതിനുണ്ട്. ചർച്ച ചെയ്ത് അതിലെ കുഴപ്പങ്ങളെ മാറ്റിവെച്ച് അതേസമയം അതിൻ്റെ മൗലികമായ ദർശനത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ, അതിൻ്റെ മൗലികമായ കാഴ്ചപ്പാടുകളെ ഒരു തരത്തിലും മാറ്റാതെ തന്നെ ദേശകാലങ്ങളിൽ വന്നു ചേരുന്ന സാമൂഹ്യ നിയമങ്ങൾ, സാമൂഹ്യ ജീവിത സാഹചര്യങ്ങൾ, സാമൂഹ്യ വീക്ഷണങ്ങൾ, ഇതിനെല്ലാം പരിഷ്കരിച്ച് കാലോചിതമായി ദേശോചിതമായി മുന്നോട്ട് പോകാനുള്ള കഴിവ് ഹിന്ദുമതത്തിനുണ്ട്. ആ കഴിവ് കൊണ്ടാണ് ഹിന്ദുമതം ഇന്നും സനാതനമായി നിലനിൽക്കുന്നത്. അപ്പൊ ആ വേദിയിൽ വെച്ച് ഡോക്ടർ കരൺ സിംഗ് പറയുകയാണ്, ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ആശയത്തെ മാറ്റേണ്ട കാര്യമില്ല. കാരണം അടിസ്ഥാന ആശയം എന്താണ്? വളരെ ശ്രേഷ്ഠമാണ്. എന്താണ് അടിസ്ഥാന ആശയം? അദ്വൈത വേദാന്തമാണ്. എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഒരു സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന വേദാന്തമാണ്. അതേസമയം സാമുദായിക വീക്ഷണത്തിൽ മാറ്റം വരുത്തണം. കാരണം ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഏത് ആചാര വിശ്വാസങ്ങളിലും മാറ്റം വരുത്താനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ കരൺ സിംഗ് ആ വേദിയിൽ വെച്ച് അതിനെ പറഞ്ഞത്. അതുകൊണ്ട് സാമുദായിക വീക്ഷണത്തിൽ ജാതിപരമായ കാര്യങ്ങളിൽ വലിയൊരു പരിഷ്കരണം ചർച്ച ചെയ്ത് വരുത്തിയിട്ടില്ലെങ്കിൽ ഹിന്ദുമതം വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം അന്നത്തെ ഒരു കാലഘട്ടമാണ് 1969 എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഇന്നത്തേനേക്കാൾ ഒന്നുകൂടി രൂക്ഷമായ രീതിയിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ആശയം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം വാസ്തവത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രബന്ധമാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ അതിനുശേഷം പുരി ശങ്കരാചാര്യ സ്വാമികള് അദ്ദേഹം മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി വരികയുണ്ടായി. അപ്പൊ പുരി ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, ആ വേദിയിൽ വെച്ച് പറഞ്ഞു, ഹിന്ദുമത അനുശാസനങ്ങള് അത് എന്തുമായിക്കൊള്ളട്ടെ, അത് സ്മൃതിവാക്യമാകട്ടെ, ശ്രുതിവാക്യമാകട്ടെ. ശ്രുതിവാക്യം എന്ന് പറഞ്ഞാൽ അദ്വൈത വേദാന്ത ദർശനമാകട്ടെ, ഇനി അഥവാ സമുദായത്തെയും ജാതിയെയും ഒക്കെ പരാമർശിക്കുന്ന സ്മൃതികളാകട്ടെ, ഇവയ്ക്കൊന്നും ഒരു കാലത്തും ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കില്ല
എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. കാരണം എന്താണ്? കാരണം ഹിന്ദു മതത്തിന്റെ ആശയങ്ങൾ അതെല്ലാം വേദത്തെ അനുസരിക്കുന്നതാണ്. വേദം അപൗരുഷേയമാണ്, ഈശ്വരനാൽ സൃഷ്ടമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയോ വേദത്തിന് അനുസരിച്ച് സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോ ഒരു കാലത്തും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. ഇനി ഹിന്ദുമതത്തിൽ അയിത്തം എന്ന സങ്കല്പത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അയിത്തം ഋഷിമാർ പറഞ്ഞതാണ്, സ്മൃതികാരന്മാർ പറഞ്ഞതാണ്, ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞതാണ് അയിത്തത്തെ കുറിച്ച്. അതുകൊണ്ട് അയിത്തവും ഒരു ധർമ്മം തന്നെയാണ്, ആചരിക്കേണ്ട ധർമ്മം തന്നെയാണ് എന്ന രീതിയിൽ പുരി മഠാധിപതി ആ വേദിയിൽ വെച്ച് പരാമർശിച്ചു. അപ്പൊ പുരി മഠാധിപതിയുടെ ഈ നിലപാടുകൾക്കെതിരെ അന്ന് ആ കാലത്ത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. വലിയ പ്രതിഷേധം ഉണ്ടായെന്ന് മാത്രമല്ല, കാരണം ഗവൺമെന്റ് നിരോധിച്ച ഒരു സമ്പ്രദായമാണ് അയിത്തം. ഗവൺമെന്റ് നിരോധിച്ച ആ സമ്പ്രദായം അത് ധാർമ്മികമാണ്, ശരിയാണെന്ന് പറഞ്ഞ് അയിത്തത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഉടനീളം ദളിത് സംഘടനകളും വിവിധ പ്രസ്ഥാനങ്ങളും പുരി മഠാധിപതിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തി. മാത്രമല്ല 1969 ഏപ്രിൽ മാസം 2-ാം തീയതി ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനത്തിൽ പോലും പുരി മഠാധിപതിയുടെ ഈ നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടായി. അതേ വർഷം തന്നെ കേരള കൗമുദിയില് പുരി മഠാധിപതിയുടെ ഈ നിലപാടുകൾക്കെതിരെ വലിയൊരു മുഖപ്രസംഗം വരികയും ഇന്ത്യയിലെ അന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ഈ വിഷയം വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു സന്യാസി വര്യൻ എന്നറിയപ്പെടുന്ന, സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ വളരെ ആഴത്തിൽ ഇടപെടുന്ന വലിയ വിദ്വാനായ ഒരു സന്യാസി വര്യനാണ് കരപാത്രി മഹാരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശ്രമം വാരാണസിയാണ്. അപ്പൊ നമ്മൾ അവിടെ പഠിക്കുന്ന കാലത്ത് വാരണാസിയിലെ ആശ്രമത്തിൽ പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ വേദാന്തികളിൽ ഏറ്റവും അഗ്രഗണ്യൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ സന്യാസി വര്യനാണ് സ്വാമിജി കരപാത്രി മഹാരാജ്. കരം എന്ന് പറഞ്ഞ കൈ, ആ കൈ ഒരു പാത്രമായി വെച്ച്, ആ കൈ മടക്കി ഒരു പാത്രത്തിന്റെ രൂപത്തിൽ വെച്ച് അതിനാണ് അദ്ദേഹം ഭിക്ഷ സ്വീകരിക്കുക. അപ്പൊ സ്വന്തമായിട്ടൊരു പാത്രം പോലും ഉപയോഗിക്കുന്നില്ല എന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്ന കരപാത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ കരപാത്രി മഹാരാജിന്റെ പ്രസ്താവനകൾക്ക് അന്നത്തെ കാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഒരു സമൂഹത്തിലൊരു വിഷയം നടന്നു കഴിഞ്ഞാൽ കരപാത്രി മഹാരാജ് എന്ത് പറയുന്നു, അദ്ദേഹത്തിന്റെ ആശ്രമം ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം വാരണാസിയിൽ വെച്ച് അതിശക്തമായ രീതിയിൽ പുരി മഠാധിപതിയെ അനുകൂലിച്ച് സംസാരിച്ചു. മാത്രമല്ല പാർലമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുരി ശങ്കരാചാര്യ സ്വാമികൾക്കെതിരെ നടന്ന പ്രതിഷേധങ്ങൾ അങ്ങേയറ്റം ഖേദകരമാണെന്ന് ഈ കരപാത്രി മഹാരാജ് പറഞ്ഞു. അപ്പൊ കരപാത്രി മഹാരാജ് കൂട്ടിച്ചേർക്കുകയാണ്, ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കരപാത്രി മഹാരാജ് എന്ന് പറഞ്ഞാൽ അദ്വൈത വേദാന്ത ഫിലോസഫിയുടെ വലിയ ആചാര്യനാണ്. അപ്പൊ അദ്ദേഹം പുരി മഠാധിപതിയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു, ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഒരു ഭരണഘടന കൊണ്ടോ ഒരു നിയമം കൊണ്ടോ നിയന്ത്രിക്കാനാവില്ല. ധർമ്മശാസ്ത്രങ്ങളിൽ അയിത്തത്തെ ഒരു വിധിയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ ഒരിക്കലും ശങ്കരാചാര്യ സ്വാമികൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ കാര്യം 100% ശരിയാണെന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കൂ, ഇന്ത്യൻ നിയമവ്യവസ്ഥിതി നിയമം മൂലം നിരോധിച്ച ഒരു അയിത്തം, ആ അയിത്തത്തിന് അനുകൂലമായി സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ ഭരണഘടന പോലും അപ്രസക്തമാണ്, നാം അനുസരിക്കേണ്ടത് ധർമ്മശാസ്ത്രത്തെയാണ് എന്ന് ഏറ്റവും വലിയ ഫിലോസഫറും സമൂഹത്തിൽ അത്രയും സ്വാധീനം ചെലുത്തിയതുമായ ഒരു സന്യാസി വര്യൻ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്നാണ് ഈ ഒരു കേജിത് സ്പൃശ്യ പരേ അസ്പൃശ്യ, കുറച്ച് ആളുകൾ തൊടാൻ യോഗ്യരാണ്, കുറച്ച് ആൾക്കാർ തൊടാനും തീണ്ടാനും യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത ആളുകളാണ് എന്നുള്ള വേർതിരിവുകളുടെ ഉദ്ഭവം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് നമുക്ക് ഈ ഒരു സംഭവ വികാസത്തെ ആമുഖമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതില് വലിയൊരു സന്യാസി വരും. കാരണം ഇന്ന് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അത്ര അറിയില്ല. അന്നത്തെ കാലത്ത് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെയ്ത ഒരു സന്യാസി വര്യനാണ്. അപ്പൊ അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്, നിയമങ്ങളിൽ ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്
എന്നത് പ്രാധാന്യമല്ല, മറിച്ച് ധർമ്മശാസ്ത്രങ്ങളിൽ സ്മൃതികളിൽ എന്താണ് പറഞ്ഞത് അതാണ് പ്രാമാണ്യം, അതിനാണ് പ്രാധാന്യം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആമുഖമായിട്ട് പറഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണത്. സ്മൃതികളാണ്, സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയാണ് അതിനെ ഒരു പ്രമാണമായി സ്വീകരിച്ചത് കൊണ്ടാണ് ഹിന്ദു മതത്തില് ജാതിയുടെ പേരിലുള്ള ഇത്രയ്ക്കും രൂക്ഷമായൊരു അശുദ്ധി, ഒരു അയിത്താചാരം വന്നത്. നമ്മൾ നോക്കൂ, ലോകത്തിലെ എല്ലാ മതങ്ങളും ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും ഓരോരുത്തർക്കും ഈശ്വരനെ ആരാധിക്കാൻ ഓരോ രീതികളുണ്ട്. എന്നാൽ മനുഷ്യൻ ആദ്യമായിട്ട് ഈശ്വരനെ എപ്രകാരമാണ് ആരാധിച്ചു വന്നത്? ആദ്യമായിട്ട് അതിപ്രാചീനമായ കാലഘട്ടത്തിൽ മനുഷ്യ സംസ്കാരം ക്രമേണ ക്രമേണ പുരോഗതിയെ പ്രാപിച്ചപ്പോൾ വേദകാലഘട്ടത്തിൽ, വൈദിക കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊരു ഈശ്വരാരാധനയ്ക്കൊരു പദ്ധതി ആവിഷ്കൃതമായത്. നമ്മൾ ഇന്നത്തെ കാലത്ത് കുറച്ച് ആളുകൾ പള്ളിയിൽ പോയിട്ട് ഈശ്വരനെ ആരാധിക്കുന്നു, കുറച്ച് പേര് അമ്പലങ്ങളിൽ പോയി ആരാധിക്കുന്നു, അതാത് ആരാധന ആലയങ്ങളിൽ പോയിട്ട് വിവിധ പ്രകാരത്തിൽ ഭഗവാനെ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. ആ ആരാധനയുടെ ഏറ്റവും പ്രാഥമികമായ രൂപം, ഏറ്റവും പ്രാചീനമായ രൂപം എന്തെന്ന് നമ്മൾ ചിന്തിച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അഗ്നി ആരാധനയാണ് ആദ്യമായിട്ടുണ്ടായ ഈശ്വരാരാധന എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു ഹോമകുണ്ഡത്തില് അഗ്നിയെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ആ അഗ്നി പ്രത്യക്ഷമായിരിക്കുന്ന ദൈവമാണ്, പ്രത്യക്ഷമായിരിക്കുന്ന ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് ആ ഈശ്വരനെ ഞാൻ പൂജിക്കുന്നു, ആ ഭഗവാനിലേക്ക് ഞാൻ പ്രസാദങ്ങൾ കൊടുക്കുന്നു എന്ന് സങ്കല്പിച്ച് ആ അഗ്നിയിലേക്ക് ഹവിസിനെ സമർപ്പിക്കുന്ന യജ്ഞ സംസ്കാരം, യാഗവും ഹോമവും ഒക്കെ ഉൾപ്പെടുന്ന യജ്ഞ സംസ്കാരമാണ് ആദ്യമായിട്ടുണ്ടായ ഒരു ഈശ്വരാരാധനാ രൂപം. അതിനുശേഷമാണ് നാം പിന്നീട് ഇന്ന് കാണുന്ന ഹിന്ദുമതത്തിലെ ബിംബാരാധന തൊട്ട് മറ്റു മതങ്ങളിൽ ഇന്ന് കാണുന്ന എല്ലാ ഈശ്വരാരാധന രൂപങ്ങളും അതിനുശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യമായിട്ടുണ്ടായ ഒരു ഈശ്വരാരാധന പദ്ധതി എന്ന് പറയുന്നത് ഈ യജ്ഞ സംസ്കാരമാണ്. അപ്പൊ ഈ യജ്ഞ സംസ്കാരം ഹിന്ദുമതത്തിൽ വേദകാലഘട്ടത്തിൽ ആദ്യമായി ഉണ്ടായി. ആ യജ്ഞ സംസ്കാരം ഉണ്ടായ നാളുകളിൽ എല്ലാവരും തന്നെ, അന്നത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ അഗ്നിയെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് അഗ്നിയെ ഭഗവാനായി കണ്ട് ആരാധിച്ചിരുന്നു. അപ്പൊ ആ ഒരു അഗ്നിയെ ആരാധിക്കുന്ന മന്ത്രങ്ങള് അതിപ്രാചീനമായ വേദഭാഗങ്ങൾ നമുക്ക് ഒരുപാട് ലഭ്യമാണ്. അപ്പൊ ക്രമേണ ക്രമേണ എന്ത് സംഭവിച്ചു? ആരാണ് ഈ അഗ്നിയെ ആരാധിക്കേണ്ടത് എന്ന് സ്മൃതികാരന്മാര് നിയമങ്ങൾ എഴുതാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ എല്ലാവരും ആരാധിച്ചിരുന്ന അഗ്നി ആരാധനയെ ക്രമേണ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആരാധിക്കാൻ പാടില്ല, ഇന്ന ആൾക്ക് ആരാധിക്കാൻ പാടും. അങ്ങനെ ആ അഗ്നി ആരാധന, ആ ഈശ്വര ആരാധനയിൽ ആരാണ് അധികാരി, ആരാണ് അധികാരി അല്ലാത്തതെന്ന് സ്മൃതികാരന്മാർ നിയമം വെക്കുകയും അവിടെ നിന്നാണ് ക്രമേണ ക്രമേണ നല്ല ജീവിതത്തിൽ വിശുദ്ധിയും സാത്വികമായ ഗുണങ്ങളുമുള്ള വ്യക്തിയാണ്, ഉയർന്ന ഗോത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് അഗ്നി ആരാധനയ്ക്ക് അർഹൻ എന്ന് നിയമങ്ങൾ എഴുതി വെച്ചു. താഴ്ന്ന ഗോത്രങ്ങൾ എന്ന് കൽപ്പിക്കപ്പെടുന്ന ഗോത്രങ്ങൾ ജനിച്ച ആളുകൾക്ക് അഗ്നി ആരാധനയ്ക്ക് അർഹതയില്ല എന്നും വാക്യങ്ങൾ എഴുതി വെച്ചു. അപ്പൊ അവിടെ തൊട്ടാണ് അഗ്നിയെ ആരാധിക്കാനുള്ള യോഗ്യതയില്ലായ്മ എന്ന രീതിയാണ് അയിത്തത്തിലേക്ക് വഴിവെച്ചത് ആദ്യമായിട്ട്. കാരണം ഇത് പറയാൻ കാരണം, ധർമ്മശാസ്ത്രങ്ങളിലാണ് അയിത്തം പറഞ്ഞത്. അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ ആചരിക്ക തന്നെ വേണമെന്ന് വലിയ വിദ്വാൻമാരും വിചക്ഷന്മാരും പോലും അഭിപ്രായപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാഥമികമായ രൂപം ഇതാണ്: യാഗം, യജ്ഞം, ഹോമം ചെയ്യുവാൻ വേണ്ടി ഇന്ന കുലത്തിൽപ്പെട്ട ആളുകൾക്ക് അധികാരമില്ല, അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് ഹിന്ദുമതത്തില് ഒരു ശുദ്ധി അശുദ്ധി വേർതിരിവുകൾ വന്നത്. ശുദ്ധി അശുദ്ധി വേർതിരിവുകൾ. അങ്ങനെ ഈ ശുദ്ധി അശുദ്ധി വേർതിരിവുകൾ കുറെ കാലം സമൂഹത്തിൽ നിലനിന്നു. ആ ശുദ്ധി അശുദ്ധി വേർതിരിവുകളുടെ അടിസ്ഥാനത്തില് സമൂഹത്തിന്റെ ജീവിതക്രമം മുന്നോട്ട് പോയി. അപ്പൊ ഈ ശുദ്ധി അശുദ്ധി വേർതിരിവുകള് സമൂഹത്തിൽ കുറെ കാലം നിലനിൽക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രതിഭാസം കൂടി ഉണ്ടാവും. ആ പ്രതിഭാസത്തിന്റെ പേരാണ് പൗരോഹിത്യ മേധാവിത്വം. ഈ സ്മൃതികളിലെ നിയമങ്ങൾ എഴുതി വെച്ച വിദ്വാൻമാര്, പണ്ഡിതന്മാര്, ആ പണ്ഡിതന്മാര് പുരോഹിതന്മാരുമായിട്ട്, കാരണം രാജാവാണ് രാജ്യം ഭരിക്കുന്നത്,
രാജാവ് രാജ്യം ഭരിക്കുന്നത് സ്മൃതി നിയമങ്ങളെ നോക്കിയിട്ടാണ്. അപ്പൊ ആ സ്മൃതി നിയമങ്ങളെ എഴുതിയ വിദ്വാൻമാരും അതേപോലെ സമൂഹത്തിലെ പുരോഹിതന്മാരും ബ്രാഹ്മണ പുരോഹിതന്മാരും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാവുകയാണ്. ഈ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ, അവർക്ക് രാജാവിന്റെ അടുത്ത് കൂടുതൽ സ്വാധീനം കിട്ടുന്ന രീതിയിൽ സ്മൃതിയിലെ നിയമങ്ങൾ എഴുതി ചേർക്കുവാൻ വേണ്ടി അവർ സ്മൃതികാരന്മാരെ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ പ്രത്യുപകാരം അവർക്ക് കൊടുത്തു. അങ്ങനെ സ്മൃതികാരന്മാരും പുരോഹിതന്മാരും ചേർന്നുള്ള അണ്ടർസ്റ്റാൻഡില് ഒരുപാട് സ്മൃതി വാക്യങ്ങൾ പുരോഹിതന്മാർക്ക് അനുകൂലമായ രീതിയിൽ എഴുതപ്പെട്ടു. അങ്ങനെ ഈ സ്മൃതി വാക്യങ്ങളെ മുൻനിർത്തി രാജാവ് രാജ്യം ഭരിച്ചപ്പോൾ പുരോഹിതന്മാർക്ക് സമൂഹത്തിൽ വലിയൊരു ശക്തി കൈവന്നു. രാജാവ് എന്തിനും ഏതിനും എല്ലാ കാര്യത്തിലും പൂർണ്ണമായിട്ടും പുരോഹിതന്മാരെ ആശ്രയിക്കുന്ന അവസ്ഥയിലെത്തി. വലിയ യാഗങ്ങൾ നടത്തുന്നു, അതിൽ പുരോഹിതന്മാരെ മുമ്പിൽ വെക്കുന്നു, അവർക്ക് വലിയ ദക്ഷിണ കിട്ടുന്നു. അങ്ങനെ സമൂഹത്തിന്റെ ഒരു വളരെ കീ പോയിന്റ് സ്ഥാനത്തേക്ക് ഈ പൗരോഹിത്യം എത്തുകയും ഈ പുരോഹിതന്മാർ രാജാക്കന്മാർക്ക് സമാന്തരമായി തന്നെ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ആരംഭം ഈശ്വരാരാധനയിലുള്ള ഈ ശുദ്ധി അശുദ്ധി വ്യവഹാരം തൊട്ടാണെന്ന് നമ്മൾ ഓർക്കണം. ഈ പൗരോഹിത്യ മേധാവിത്വം സമൂഹത്തിൽ ശക്തമായപ്പോൾ ക്രമേണ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ, കാരണം രാജാവിനെയും സഹിക്കണം, അതുകൂടാതെ പുരോഹിതനെയും സഹിക്കണം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പൗരോഹിത്യ മേധാവിത്വത്തിനെതിരെ അതിശക്തമായ ശബ്ദം ഉണ്ടായി. അങ്ങനെയാണ് ഇന്ത്യയിൽ ഭാരതത്തിൽ ഹിന്ദുമതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വീണ്ടും ബൗദ്ധ ജൈന ദർശനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ബൗദ്ധ ജൈന ദർശനങ്ങളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യമായ പ്രവർത്തന ഉദ്ദേശം അക്കാലത്ത് ബ്രാഹ്മണ പൗരോഹിത്യ മേധാവിത്വത്തിനെതിരായിരുന്നു. കാരണം നമ്മൾ നോക്കണം, യജ്ഞ സംസ്കാരം യാഗ സംസ്കാരം ഭാരതത്തിൽ വ്യാപിക്കുകയാണ്. അന്നത്തെ ജനങ്ങളുടെ സമ്പത്തിന്റെ മുഖ്യമായ ഉറവിടം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഇന്നത്തെ പോലെ സമ്പത്തിന് ഒരുപാട് ഉറവിടങ്ങളില്ല, ഭൂമിയാണ് മുഖ്യമായ ഉറവിടം. ആ ഭൂമിയിൽ നിന്ന് ആദായമെടുത്ത് കൃഷി ചെയ്ത് മറ്റു കാര്യങ്ങളിൽ നിന്ന് ആദായം ലഭിച്ച് ആ ആദായമാണ് സമ്പത്ത്. അപ്പൊ അങ്ങനെ ഭൂമിയിൽ നിന്ന് സമ്പത്ത് ലഭിക്കണമെങ്കിൽ അവർക്ക് പശുക്കൾ അനിവാര്യമായിരുന്നു. പശുക്കള് ഭൂമിയുടെ പുഷ്ടിക്ക്, ഭൂമിയുടെ പോഷണത്തിന് അനിവാര്യമായൊരു മൃഗമാണ്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും എല്ലാ ഗ്രാമങ്ങളും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പശുക്കളെ വളർത്തിയിരുന്നു. ലക്ഷക്കണക്കിന് പശുക്കൾ. ഈ ലക്ഷക്കണക്കിന് പശുക്കള് ജനങ്ങളുടെ ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധം വന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ പശുവിനോട് വലിയൊരു ആരാധന സംസ്കാരം ഉണ്ടാകുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞതുപോലെ പുരോഹിതന്മാർ എഴുതി കൊടുക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് രാജാവ് രാജ്യം ഭരിക്കാൻ തുടങ്ങി. അപ്പൊ പുരോഹിതന്മാർ ഈ സ്മൃതികാരന്മാരോട് പറഞ്ഞു, യജ്ഞങ്ങളും യാഗങ്ങളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കണം. അങ്ങനെ സ്മൃതികാരന്മാർ രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ഇന്നിന്ന യാഗങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആ യാഗങ്ങളില് ആദ്യ കാലഘട്ടത്തിൽ യാഗങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പിന്നീട് ക്രമേണ രാജാവിന് സ്വർഗം ലഭിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പശുക്കളെ യജ്ഞകുണ്ടത്തിൽ ഹോമിക്കണം എന്ന വാക്കെല്ലാം സ്മൃതിയിൽ എഴുതി ചേർക്കപ്പെട്ടു. ഈ പുരോഹിതന്മാർ പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പൊ രാജാവ് എന്ത് ചെയ്തു? തനിക്ക് സ്വർഗം ലഭിക്കാനും തന്റെ രാജ്യം വിസ്തൃതമാകാനും വേണ്ടി മൃഗബലികൾ ഉൾപ്പെട്ട ഹോമങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ മൃഗബലിക്ക് വേണ്ടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പശുക്കളെ വേണം. ഇപ്പൊ ഗ്രാമങ്ങളിലേക്ക് ഭടന്മാരെ പറഞ്ഞയച്ച് എല്ലാ വീട്ടിൽ നിന്നും എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പശുക്കളെ ബലപൂർവം പിടിച്ചു കൊണ്ടുവന്നിട്ട് അവയെ ബലി കഴിച്ച് യജ്ഞകുണ്ടത്തിൽ സമർപ്പിച്ചു. അപ്പോ ഈ ഒരു സംഭവം എന്തിനിടയാക്കി? സമൂഹത്തിൽ വലിയൊരു അവ്യവസ്ഥക്കിടയാക്കി. കാരണം ജനങ്ങളുടെ വരുമാനത്തിന്റെ മുഖ്യ ഘടകമാണ് പശുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാമങ്ങളിൽ നിന്ന് യാഗം നടത്താൻ വേണ്ടി പുരോഹിതന്മാരും സ്മൃതികാരന്മാരും നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് രാജാവ് പതിനായിരക്കണക്കിന് പശുക്കളെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. അപ്പൊ അവരുടെ സമ്പത്തിന്റെ നട്ടെല്ലാണ് തകരുന്നത്. അങ്ങനെ സാമ്പത്തികമായ വലിയൊരു തകർച്ചയുടെ ഭീഷണി ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങൾ ഈ യാഗ സംസ്കാരത്തിൽ വന്നു ചേർന്ന ദുഷിപ്പ് കൊണ്ട് അനുഭവിച്ചു. ആ സമയത്താണ് ഭഗവാൻ ബുദ്ധൻ അവതരിക്കുന്നതും യാഗ സംസ്കാരത്തിലെ യജ്ഞ സംസ്കാരത്തിലെ
ഈ മൃഗബലിക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശക്തമായ മിഷനറി പ്രവർത്തനം ആരംഭിക്കുന്നതും ശക്തമായ രീതിയിൽ ഗ്രാമഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ച് അഹിംസയും ധർമ്മവും കാതലായിട്ടുള്ള ബുദ്ധമത തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമാണ്. കാരണം ജനങ്ങൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഈ ഒരു നീചമായ ആചാരത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി വല്ലാതെ തപ്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭഗവാൻ ബുദ്ധൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഗ്രാമീണ തലങ്ങളിൽ പോലും ജനങ്ങൾ രണ്ട് കൈയും നീട്ടി ബുദ്ധ ധർമ്മത്തെ സ്വീകരിക്കേണ്ടായി. അപ്പൊ ആദ്യഘട്ടത്തിൽ ബുദ്ധമതം, ബുദ്ധധർമ്മം ഇത്രയും വ്യാപകമായി പ്രചാരം സംഭവിച്ചത് അതിന്റെ ആശയത്തിന്റെ മഹാത്മ്യം കൊണ്ടല്ല. ബുദ്ധമതം ഉന്നതമായ ഒരു ആശയം പറയുന്നു എങ്കിൽ പിന്നെ ബുദ്ധമത അനുയായി കളയാം എന്ന് ജനങ്ങൾ കരുതിയത് കൊണ്ടല്ല, മറിച്ച് പൗരോഹിത്യ സ്മൃതികാരന്മാരുടെയും രാജാവിന്റെയും എല്ലാം ആ ഒരു വലിയ കൂട്ടായ്മയിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിനും സമ്പത്തിനും വലിയൊരു ഭീഷണിയായി തീർന്നു യജ്ഞ സംസ്കാരം. അതുകൊണ്ട് യജ്ഞ സംസ്കാരത്തിലെ ദോഷങ്ങൾക്കെതിരെ ഒരാൾ വലിയ കലാപമുയർത്തിയപ്പോൾ, സൈദ്ധാന്തികമായ കലാപമുയർത്തിയപ്പോൾ അതിന്റെ കൂടെ ചേർന്ന് ജനങ്ങൾ മൊത്തം ഒന്നടങ്കം അതിന്റെ പുറകിൽ അണിനിരുന്നു. അപ്പൊ ഫലത്തിൽ എന്ത് സംഭവിച്ചു? ഫലത്തിൽ ഹിന്ദുമതം ക്രമേണ ശോഷിച്ചു, ബുദ്ധധർമ്മം പിടിമുറുക്കി. അങ്ങനെ ഈ ബുദ്ധധർമ്മം പിടിമുറുക്കി ബുദ്ധമത പ്രചാരകന്മാര് നാടിന്റെ എമ്പാടും സഞ്ചരിച്ച് ബുദ്ധ മതത്തെ വ്യാപിക്കേണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ക്രമേണ ദക്ഷിണ ഭാരതത്തിലേക്ക് ബൗദ്ധ സംസ്കാരം, ബുദ്ധ സംസ്കാരം വരുന്നത്. അപ്പൊ ദക്ഷിണ ഭാരതത്തില് ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് ഒരു 500 വർഷം, അത് കഴിഞ്ഞ് ക്രിസ്തുവിന് ശേഷം ഒരു 250 വർഷം, ഈ ഒരു 100-700 വർഷത്തെ കാലഘട്ടത്തെയാണ് നമ്മൾ സംഘകാലം എന്ന് പറയുന്നത്. അപ്പൊ സംഘകാല ദക്ഷിണ ഭാരതം വളരെ പ്രസിദ്ധമായ ഒരു കാലമായിരുന്നു. സംഘകാല ഭരണാധികാർ അതിപ്രാചീനരായ ചോളന്മാർ, പാണ്ഡ്യന്മാർ. ഈ സംഘകാലത്ത് ദക്ഷിണ ഭാരതത്തിലേക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് മെല്ലെ മെല്ലെ അല്പാൽപമായിട്ട് ബുദ്ധമത പ്രചാരകർ വന്ന് അങ്ങിങ്ങായിട്ട് ബൗദ്ധമതത്തെ, ബുദ്ധധർമ്മത്തെ പ്രചരിപ്പിക്കേണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അവർ കേരളത്തിൽ വന്നിരുന്നു. നമ്മൾ ഈ സംഘകാല കൃതികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ സംഘകാലത്ത് എഴുതപ്പെട്ട പ്രൗഢമായ കൃതികളുണ്ട് തമിഴ് ഭാഷയിലൊക്കെ. ഏതാണ്ട് നേരത്തെ പറഞ്ഞ കാലഘട്ടത്ത്, ക്രിസ്തുവിന് മുമ്പാണത്. ആ കാലഘട്ടത്തിൽ എഴുതിയ കൃതികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയും തന്നെ ദക്ഷിണേന്ത്യയില്, അതായത് ശ്രീലങ്ക, അതേപോലെ ഇന്ന് കാണുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ചേർന്ന ഒരു വിശാലമായ പ്രദേശം, ആ പ്രദേശങ്ങളിൽ എവിടെയും തന്നെ ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് എവിടെയും പരാമർശമില്ല. ജാതി, ഗോത്രം, മതം എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇന്ന് ഒരു കുടുംബത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഉള്ളത്, അതേപോലെ വ്യക്തിഗതമായ ഒരു വിശ്വാസം മാത്രമായിരുന്നു സംഘകാല ദക്ഷിണ ഭാരതത്തിലെ ജാതി വ്യവസ്ഥ എന്ന് നമുക്ക് സംഘകാല കൃതികൾ, സംഘകാല സാഹിത്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഇന്നും ലഭ്യമാണ് സംഘകാല സാഹിത്യങ്ങൾ, പഴയ തമിഴ് ഭാഷയിൽ അതിന്റെ മലയാള അനുവാദമുണ്ട്. അത് പഠിച്ചാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ജാതി ശ്രേഷ്ഠമാണ്, ഏതെങ്കിലും ജാതി നികൃഷ്ടമാണ് എന്ന പരാമർശങ്ങളില്ല. അതേസമയം ഉത്തരഭാരതത്തിൽ ജാതീയത കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉത്തരഭാരതത്തിൽ ജാതീയത രൂക്ഷമാകുന്നു, പൗരോഹിത്യ മേധാവിത്വം രൂക്ഷമാകുന്നു, അതിനെതിരെ ജനങ്ങൾ ബുദ്ധമതത്തെ സ്വീകരിക്കുന്നു. ആ ബുദ്ധമത തത്വങ്ങൾ ക്രമേണ സംഘകാല ഭാരതത്തിലേക്കും ദക്ഷിണ ഭാരതത്തിലും ക്രമേണ വ്യാപിക്കുകയാണ്. അപ്പൊ സംഘകാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ആ കാലത്തിൽ ബുദ്ധമതത്തിന്റെ സ്വാധീനം താരതമ്യേന കൂടി വരികയാണ്. ഏതാണ്ട് ഒരു 7-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ, AD ക്രിസ്തുവിന് ശേഷം ഒരു 7-ാം നൂറ്റാണ്ട് കാലഘട്ടത്തില് മുഗൾ ഭരണം അതിശക്തമായിട്ട് വടക്കേന്ത്യയിൽ പിടിമുറുക്കി. മുഗൾ ഭരണം, ഈ മുഗൾ ഭരണം വടക്കേന്ത്യയിൽ പിടിമുറുക്കിയതിന്റെ ഫലമായിട്ട് വടക്കേന്ത്യയിലെ ബ്രാഹ്മണര്, ആയിരക്കണക്കിന് ബ്രാഹ്മണര്, അവര് അഭയാർത്ഥികളായിട്ട് ദക്ഷിണ ഭാരതത്തിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ അവര് പല പല വഴിയിലായിട്ട് നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലും അന്നത്തെ ആ പ്രദേശങ്ങളിലൊക്കെ വന്ന് കുടിയേറി പാർക്കുകയുണ്ടായി. നമ്മുടെ തുളുനാട് എന്ന് പറയുന്ന മംഗലാപുരം ഭാഗത്തിൽ തുളുനാട്, ആ വഴിയിലൂടെയും പിന്നെ പാലക്കാട് വഴിയിലൂടെയൊക്കെ കേരളത്തിലേക്ക് വ്യാപകമായിട്ട് വടക്കേന്ത്യൻ ബ്രാഹ്മിൻസ് കുടിയേറി പാർത്തു. ഈ വടക്കേന്ത്യൻ ബ്രാഹ്മിൻസിനെ പൊതുവായിട്ട് പറയുന്ന പേരാണ് ആര്യന്മാർ എന്ന് പറയുന്നു. ആര്യന്മാർ എന്നുള്ള പേര് പല ചരിത്രകാരന്മാരും പല രീതിയിലാണ് വിവക്ഷിക്കുന്നത്. പക്ഷെ വടക്കേന്ത്യയിലെ ബ്രാഹ്മിൻസിനെ പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് ആര്യന്മാർ എന്നുള്ളത്.
ഈ വടക്കിന്ത്യൻ ബ്രാഹ്മിൻസ് കേരളത്തിന്റെ പല പല ഭാഗങ്ങളിലും അവർ കുടിയേറുകയും അവരവിടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ക്രമേണ ക്രമേണ എന്ത് സംഭവിച്ചു? ക്രമേണ അന്ന് ദക്ഷിണേന്ത്യ സംഘകാല ഘട്ടത്തിൽ ദക്ഷിണേന്ത്യ മൊത്തം ഭരിച്ചിരുന്നത് ബില്ലവ ഗോത്രത്തിൽപ്പെട്ട ഈഴവ ഗോത്രത്തിൽപ്പെട്ട ചേര രാജാക്കന്മാരായിരുന്നു. അപ്പൊ ചേര രാജാക്കന്മാരുടെ ഭരണഫലമായിട്ട് തന്നെ അവരുടെ ഭരണ നൈപുണ്യത്തിന്റെ ഫലമായിട്ട് തന്നെ അന്നത്തെ കാലത്ത് ഗോത്രങ്ങൾ തമ്മിലുള്ള ഉച്ചനീചത്വ ഭാവനകളില്ല, ജാതി വിവേചനം ഒന്നുമില്ല. പക്ഷെ ഈ വടക്കേന്ത്യൻ അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഫലമായിട്ടും മാത്രമല്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചേര രാജാക്കന്മാർ ചേര രാജ്യം ദുർബലമായി. അപ്പൊ ദുർബലമായതിന്റെ ഫലമായി ഇവിടെ കുടിയേറി പാർത്ത ബ്രാഹ്മിൻസ് പിന്നീട് ഇവിടുത്തെ തദ്ദേശീയരെ വിവാഹം ചെയ്ത് ഇവിടെ ബ്രാഹ്മണ ഗോത്രങ്ങൾ, നമ്പൂതിരി ഗോത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൽ വടക്കേന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ബ്രാഹ്മണാധിപത്യം, ഒരു സവർണാധിപത്യം ക്രമേണ ക്രമേണ വരുന്നത്. നമുക്ക് ഈ ആശയങ്ങളൊക്കെ പ്രിയദർശൻ സാറിന്റെ ഒരു ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഫലത്തിൽ എന്ത് സംഭവിച്ചു? കേരളത്തിലേക്ക് കുടിയേറിയ വടക്കേന്ത്യൻ ആര്യ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാര്, ബ്രാഹ്മണര് അവർ തദ്ദേശീയ വിവാഹം കഴിച്ച് ഗോത്രമായിട്ട് മെല്ലെ മെല്ലെ പരിണമിച്ചു. അങ്ങനെ ബ്രാഹ്മണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില ഗോത്രങ്ങള്, ചില മലയാള ബ്രാഹ്മണ വിഭാഗങ്ങളൊക്കെ ഇവിടെ രൂപം കൊണ്ടു. ഈ മലയാള ബ്രാഹ്മണരോട് കൂടി ചേർന്നിരിക്കുന്ന, അവരോട് ചേർന്ന് നിൽക്കുന്ന കുറെ അന്നത്തെ കാലത്തുള്ള കുറെ ജാതികളെല്ലാം തന്നെ പൊതുവെ സവർണർ എന്നറിയപ്പെട്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എന്നല്ല അർത്ഥം, മറിച്ച് വർണ്ണത്തോട് ചേർന്നവർ എന്നാണ് അർത്ഥം. സവർണർ എന്ന് പറഞ്ഞാൽ വർണ്ണത്തോട് ചേർന്നവർ. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം സശ്രദ്ധം കേൾക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സശ്രദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടെ കേൾക്കൂ. അപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ വർണ്ണത്തോട് ചേർന്നവരാണ് സവർണർ. ഏത് വർണ്ണത്തോട്? ആര്യമായിരിക്കുന്ന, വൈദികമായിരിക്കുന്ന, വേദങ്ങൾ പറഞ്ഞ 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഈ 4 വർണ്ണത്തിൽ ഏതെങ്കിലും ഒരു വർണ്ണത്തെ സ്വീകരിച്ചവരാണ് സവർണർ. ഇപ്പൊ ഒരാൾ ശൂദ്രവർണ്ണത്തെ സ്വീകരിച്ചു, അയാൾ താഴ്ന്നവനല്ല, അയാൾ സവർണനാണ്. കാരണം 4 വർണ്ണത്തിൽ ഒരു വർണ്ണത്തെ സ്വീകരിച്ചു. ഒരാൾ ക്ഷത്രിയ വർണ്ണത്തെ സ്വീകരിച്ചു, അയാൾ സവർണനാണ്. ഒരാൾ വൈശ്യവർണ്ണത്തെ സ്വീകരിച്ചു, അയാൾ സവർണനാണ്. ഒരാൾ ബ്രാഹ്മണ വർണ്ണത്തെ സ്വീകരിച്ചു, അയാൾ സവർണനാണ്. അപ്പോൾ കേരളത്തിലേക്ക് കുടിയേറിയ വടക്കിന്ത്യൻ ബ്രാഹ്മിൻസ് ഇവിടെ ക്രമേണ നാട്ടുരാജാക്കന്മാരിലും മറ്റും സ്വാധീനം ചെലുത്തി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന കുറെ ഗോത്രവിഭാഗങ്ങൾ ഇവരുടെ കൂടെ ചേർന്നു. ആ കൂട്ടത്തിൽ ചേർന്ന ഗോത്രവിഭാഗങ്ങൾക്കൊക്കെ ഓരോരോ സ്ഥാനങ്ങളും കിട്ടി. അന്നത്തെ കാലത്ത് രാജകുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കൊക്കെ ക്ഷത്രിയ സ്ഥാനം കിട്ടി. ബ്രാഹ്മണരായിട്ട് മലയാള ബ്രാഹ്മിൻസും ഭട്ടതിരിമാരും നമ്പൂരിമാരും. ഇനി ക്ഷത്രിയന്മാരായിട്ട് രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് ക്ഷത്രിയ പദവി കിട്ടി. ഇപ്പൊ കേരളത്തില് വൈശ്യന്മാരില്ല. വൈശ്യന്മാർ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയത്തിൽപ്പെട്ട ഒരു വർണ്ണമാണ് വൈശ്യവർണ്ണം. വൈശ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, കൃഷി, കച്ചവടം തുടങ്ങിയ വാണിജ്യപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ജാതികളെ, ഗോത്രങ്ങളെയാണ് വൈശ്യന്മാർ എന്ന് പറയുന്നത്. വൈശ്യന്മാർ ഉത്തര ഭാരതത്തിലുണ്ട്. പക്ഷെ കേരളത്തില് ഈ ചാതുർവർണ്ണയത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ കച്ചവടവും കൃഷിയൊക്കെ ഭൂരിഭാഗവും അറബികളുടെയും ജൂതന്മാരുടെയും കൈവശമായിരുന്നു. ഈ കച്ചവടം, വാണിജ്യം, വ്യവസായമൊക്കെ. അപ്പൊ ഈ ജൂതന്മാരെയും അറബികളെയും ചാതുർവർണ്ണത്തിൽ പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെതായ ഒരു വൈശ്യ വിഭാഗം ഉണ്ടായിട്ടില്ല. അപ്പൊ ബ്രാഹ്മണരായിട്ട് മലയാള ബ്രാഹ്മിൻസ്, ഭട്ടതിരിമാരൊക്കെ ചേരുകയും ക്ഷത്രിയന്മാരായിട്ട് രാജകുടുംബങ്ങൾ ചേരുകയും വൈശ്യന്മാരുടെ കോളം കാലിയാണ്. ശൂദ്ര സ്ഥാനത്തേക്കാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന നായർ സമുദായം. അപ്പൊ നായർ സമുദായം വാസ്തവത്തിൽ മലയാള ശൂദ്രന്മാരാണ്. ഇപ്പൊ പഴയ കാലത്തെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൽ നായർ സമുദായത്തെ ശൂദ്രർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുയുടെ ഒരു ഐതിഹ്യമാല വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ ഐതിഹ്യമാലയിൽ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്, രാജാവിനെ മുഖം കാണിക്കാൻ 2 ശൂദ്രന്മാർ വന്നിരിക്കുന്നു. ഇപ്പൊ ശൂദ്രന്മാർ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നായന്മാരെയാണ്. അപ്പൊ കേരളത്തിലെ നായർ സമൂഹത്തിന് ശൂദ്ര പദവി കിട്ടി. അപ്പൊ ഇതിനോട് ചേർന്ന് ഒന്നുകിൽ ബ്രാഹ്മണൻ, അല്ലെങ്കിൽ ക്ഷത്രിയൻ, അല്ലെങ്കിൽ വൈശ്യൻ, അല്ലെങ്കിൽ ശൂദ്രൻ, ഈ ഏതെങ്കിലും 4 വർണ്ണങ്ങളിൽ
ഏതെങ്കിലും ഒരു വർണ്ണത്തെ സ്വീകരിച്ച എല്ലാ ഗോത്രങ്ങളും ആരായിട്ട് മാറി? എല്ലാ ഗോത്രങ്ങളെയും സവർണർ എന്ന് പൊതുവായിട്ട് പറയാൻ തുടങ്ങി. ഇനി ഞങ്ങൾ ഈ ഗോത്രങ്ങളിൽ പെടുന്നില്ല, ഞങ്ങൾ ഈ 4 വർണ്ണങ്ങളിലും പെടുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് ഇവിടെ നിന്ന തദ്ദേശീയ ഗോത്രങ്ങളെ അവർണർ എന്ന് മുദ്ര കൊടുക്കാൻ തുടങ്ങി. അവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാതുർവർണ്ണത്തിൽ പെടാത്തവർ എന്നാണ് അർത്ഥം. ഞങ്ങൾ ഈ 4 ഗോത്രത്തിലുമില്ല, ഞങ്ങൾ ഈ 4 വർണ്ണത്തിലുമില്ല, ഞങ്ങൾ ആരുടെയും മുകളിലുമല്ല താഴെയുമല്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് നിലനിന്ന ആളുകളെ ക്രമേണ അവർണർ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ സവർണ അവർണ ക്ലാസിഫിക്കേഷൻ കേരളത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവർണൻ എന്ന് പറഞ്ഞാൽ താഴ്ന്നവനെന്ന് അർത്ഥമില്ല. അവർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 വർണ്ണത്തിൽ പെടാതെ മാറി നിൽക്കുന്നയാൾ എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ കാലം വീണ്ടും മുന്നോട്ട് പോയി ഒരു 18-ാം നൂറ്റാണ്ടിന്റെ അടുത്തോട് എത്തിയപ്പോൾ കേരളത്തിലും ഈ ജാതി വിവേചനം രൂക്ഷമായി. ആ സമയത്ത് എന്ത് ചെയ്തു? നേരത്തെ ദക്ഷിണ ഭാരതത്തിന്റെ നേരത്തെ സംഘകാല ഘട്ടത്തിൽ ദക്ഷിണ ഭാരതത്തില് സമൂഹത്തിലെ ഏറ്റവും മുഖ്യധാരയിൽ കഴിഞ്ഞിരുന്ന ദില്ലവര്, ഈഴവര്, തീയര് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും അവർണർ എന്ന മുദ്ര കിട്ടിയതിനാൽ അവരൊക്കെ പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി. ക്രമേണ ഈ അവർണ സവർണ വേർതിരിവ് രൂക്ഷമാവുകയും ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിന് ശേഷം അവർണ വിഭാഗങ്ങളെ വല്ലാത്ത രീതിയിൽ കേരളത്തിലെ ജാതി നിയമങ്ങൾ അടിച്ചൊതുക്കി. അപ്പൊ അത് വലിയ ഒരു ചരിത്രമാണ്. കേരളത്തിലെ അവർണ സമുദായം, പിന്നോക്ക സമുദായം നേരിടേണ്ടി വന്ന ജാതിപരമായ വിവേചനങ്ങൾ. അവർക്ക് ഇന്ത്യയിൽ മറ്റെല്ലാ സ്ഥലത്തും അയിത്തം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ത്യയിൽ വേറെ എവിടെയും കാണാത്തൊരു വിശേഷമായ പരിപാടിയാണ് തീണ്ടൽ. അത് തീണ്ടൽ കേരളത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. തീണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയിൽ പെട്ട ആളിന്റെ അടുത്തേക്ക് മറ്റൊരു ജാതിക്ക് വരണമെങ്കിൽ ഇത്ര അകലെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഓരോ ജാതിക്കും തീണ്ടാപ്പാട് അകലെ നിശ്ചയിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ അതിരൂക്ഷമായ രീതിയിൽ ജാതി വേർതിരിവ് ഉണ്ടായി. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം സംക്ഷിപ്തമായിട്ട് പറഞ്ഞത് എവിടെ നിന്നാണ് ഈ അശുദ്ധി ഉണ്ടായത്? ഈ അശുദ്ധി ശുദ്ധി വ്യവഹാരങ്ങളുടെ മൂലസ്ഥാനം എന്താണ്? അത് ക്രമേണ എങ്ങനെയാണ് വികാസം പ്രാപിച്ച് നമ്മുടെ കേരളത്തിലേക്ക് എത്തി ഈ കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളെ സ്വാധീനിച്ചത് എന്നതിനെ ഒന്ന് മനനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ ഇവിടെ പരാമർശിച്ചത്. അപ്പൊ ഇന്ന് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഉപസംഹരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കൂടുതലായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.